ബഹുമാന്യരായ മാതാപിതാക്കളും പ്രിയ സഹോദരങ്ങളും ആയവരും, ഒരല്പസമയം മാത്രം നിങ്ങളുടെ മുൻപിൽ നിന്നുകൊണ്ട് തിരുവചനത്തിലെ ചില വേദഭാഗങ്ങൾ മാത്രം ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. യേശുക്രിസ്തു തന്റെ പരസ്യ ശുശ്രൂഷയുടെ കാലയളവിൽ ലോകത്തോട് പറഞ്ഞത്, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ എന്ന. ഇന്ന് നാം വളരെയേറെ പ്രാർത്ഥിക്കേണ്ട സാഹചര്യങ്ങളാണ് ലോകത്ത് എല്ലായിടത്തും. പല രാജ്യങ്ങളിലും സമാധാനമില്ലാതെ മനുഷ്യൻ ജീവൻ എപ്രകാരമൊന്ന് കാത്തു സൂക്ഷിക്കാം എന്ന്, എങ്ങനെ ജീവനെ സംരക്ഷിക്കാമെന്ന് യാതൊരു കണക്കുകൂട്ടലും ഇല്ലാത്ത ഒരവസ്ഥയിൽ കൂടി പല രാജ്യങ്ങളും കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. വാസ്തവമായും ഭരണാധികാരികളുടെ ഹൃദയങ്ങളെ ദൈവം കാണുകയും അവർക്ക് മാനസാന്തരം കൊടുക്കുകയും സമാധാനം ലോകത്ത് നിലനിൽക്കുവാൻ അവരുടെ മാനസാന്തരത്തിനായി സകല മനുഷ്യരും പ്രാർത്ഥിക്കേണ്ടതുമായ അവസ്ഥയാണെന്ന് ലോകത്തുള്ളത്. ഇത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയായിരിക്കണം കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത്, ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ എന്ന്. അപ്പോൾ ദൈവരാജ്യം സമീപിക്കുമ്പോൾ ഇവിടെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെയും. യുദ്ധങ്ങളും ഭൂകമ്പങ്ങളും യുദ്ധശ്രുതികളും ക്ഷാമവും മഹാവ്യാധികളുമെല്ലാം സംഭവിക്കേണ്ടതാണ്. എന്നാൽ അതിനെയൊക്കെയും മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് നാം നമ്മെ തന്നെ പരിശോധിക്കുകയും നാം നമ്മുടെ ആത്മാവിന്റെ രക്ഷയ്ക്കായി ഈ ജീവിതകാലത്ത് ദൈവത്തോട് ചേർന്ന് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് അവിടുത്തെ വരവിൽ എന്നെ കൂടി ചേർത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കേണ്ട സമയം വളരെ അടുത്തിരിക്കുകയാണ്. കാരണം ഒരു മനുഷ്യന്റെ ആയുസ് എത്രയാണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോകുന്നത് ഏത് സമയത്താണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. അപ്പോൾ ഇന്ന സമയമെന്ന് അറിയാൻ നമുക്ക് കഴിയുമായിരുന്നുവെങ്കിൽ അപ്പോൾ നമ്മുടെ ആത്മാവിനു വേണ്ടി പ്രാർത്ഥിച്ചാൽ മതിയായി. എന്നാൽ ക്ഷണികനായ മനുഷ്യന് ദൈവം തന്നിരിക്കുന്ന അവസരമാണ് അവന്റെ ജീവകാലം. ആ ജീവകാലത്ത് അവൻ ദൈവത്തെ തിരിച്ചറിയുകയും ദൈവത്തോട് അപേക്ഷിക്കുകയും ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായും അപ്പോസ്തലനായ പത്രോസ് തന്റെ ലേഖനങ്ങളിൽ കൂടി പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ ഈ ലോകത്തായിരിക്കുമ്പോൾ അവൻ അനേക കഷ്ടതകളുണ്ട്, പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അവൻ നേരിടേണ്ടി വരും. അവൻ അവിടെ പലതിനെയും തരണം ചെയ്തുകൊണ്ട് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കും. എന്നാൽ നമ്മുടെ ആത്മാവിന്റെ രക്ഷ, ആത്മാവിനൊരു സന്തോഷം, നിത്യമായ സന്തോഷം, അത് ലഭിക്കണമെങ്കിൽ മാനവരാശിയുടെ മുഴുവൻ ആത്മാവിന്റെയും രക്ഷയ്ക്ക് വേണ്ടി കാൽവരിയിൽ ക്രൂശിക്കപ്പെട്ട യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കണം എന്നുള്ള യാഥാർത്ഥ്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഏത് മതത്തിനാണ് നമ്മെ മരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ കഴിയുന്നത്? അങ്ങനെ ഒരു മതം ഉണ്ടായിട്ടുണ്ടോ? മനുഷ്യനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ കഴിയുന്ന ഒരു മതമുണ്ടോ? എന്നാൽ യേശു പറഞ്ഞു,
ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന്. യേശു മാത്രം നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ട് യേശു നമ്മോട് അപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്. പുനരുത്ഥാനവും ജീവനും ഞാൻ തന്നെ, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. കാരണം ദൈവത്തിന് മാത്രമേ അപ്രകാരം പറയുവാൻ കഴിയുകയുള്ളൂ. അത് ശാശ്വതമായ സത്യം തന്നെയാണ്. അതിനെയാണ് നാം കൈക്കൊള്ളേണ്ടതും സ്വീകരിക്കേണ്ടതും. അത് മറ്റാരുമല്ല പറഞ്ഞിരിക്കുന്നത്, ദൈവം തന്നെയാണ് പറഞ്ഞത്. നിന്നെ ഞാൻ മരണത്തിൽ നിന്ന് രക്ഷിക്കുമെന്ന്. നമ്മെ മരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടിയാണ് യേശു കൽവരിയിൽ ക്രൂശിക്കപ്പെട്ടത് എന്നുള്ള യാഥാർത്ഥ്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. യേശു മരിച്ചു, അടക്കപ്പെട്ടു, മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരയേറിപ്പോയപ്പോൾ യേശു പറഞ്ഞത്, ഞാൻ വീണ്ടും വരും. പ്രിയമുള്ളവരെ, ആ വരവ് നമ്മളെ ചേർത്ത് കൊണ്ടുപോകുവാനാണ്. യേശുവിൽ വിശ്വസിച്ചവരെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകുവാനല്ല, യേശുവിൽ വിശ്വസിച്ചവരെ ചേർത്ത് കൊണ്ടുപോകുവാനാണ് വരുന്നത്. അന്ന് ഈ ഭൂമിയിൽ നാം അനുഭവിച്ചതായ കഷ്ടതകളോ പ്രയാസങ്ങളോ ഒന്നുമില്ലാത്ത ഒരു സ്ഥലത്തേക്ക് നാം എടുക്കപ്പെട്ടു. ഈ ഭൂമിയിൽ നാം ആയിരിക്കുമ്പോൾ ഏറിയാൽ 70 അല്ലെങ്കിൽ 80 എന്നൊരു ചെറിയ കാലഘട്ടം മാത്രമാണ് നാം ഇവിടെ ജീവിച്ചിരിക്കുന്നതെങ്കിൽ വരുവാനുള്ളതോ അത് നിത്യരാജ്യമാണ്. ആ നിത്യരാജ്യത്തിൽ നാം എത്തിച്ചേരണമെങ്കിൽ നാം യേശുവിനെ രക്ഷകനും കർത്താവുമായി നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കേണ്ടതുണ്ട് എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 63-ാമത്തെ വാക്യം പറയുന്നത്, ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനും ആകുന്നു എന്ന്. അപ്പോൾ ദൈവം പറഞ്ഞിരിക്കുന്ന വചനങ്ങൾ, ദൈവത്തിന്റെ വചനം, അത് ആത്മാവും ജീവനുമാണ്. അതാര് കൈക്കൊള്ളുന്നുവോ, ആര് തങ്ങളുടെ ഹൃദയത്തിൽ അത് സ്വീകരിക്കുന്നുവോ, ആരേശുവിൽ വിശ്വസിക്കുന്നുവോ, അത് ദൈവവചനം, അത് ആത്മാവും ജീവനുമായി അവരെ നയിക്കുന്നത് നിത്യതയിലേക്ക് തന്നെ ആയിരിക്കും. അവിടെ തടസ്സങ്ങളൊന്നുമില്ലാതെ നമുക്ക് മുൻപോട്ട് കടന്നു പോകുവാൻ യേശു നമുക്ക് വഴിയൊരുക്കിയിരിക്കുന്നു. വഴിയും സത്യവും ജീവനും ഞാൻ തന്നെ എന്ന് യേശു പറയുവാനിടയായി തീർന്നിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് സമാധാനവും സന്തോഷവുമാണ്. അത് നാം അനുഭവിക്കുന്നില്ല എങ്കിൽ തീർച്ചയായും നാം ദൈവത്തിങ്കിലേക്ക് അടുത്തു ചെല്ലുവാൻ സമയം കഴിഞ്ഞു പോയിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം മറന്നു പോകരുത്. കാരണം യേശുവിന്റെ അടുത്തേക്ക് ആര് വന്നിട്ടുണ്ടോ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം യേശു നൽകിയിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം അതിന്റെ 19-20 വാക്യങ്ങളിൽ യേശു പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്. അവിടെ യേശു പറഞ്ഞു, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളിച്ചു. അപ്പോൾ സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുക എന്നാണ്. യേശുവിന്റെ ശിഷ്യനാകുന്ന ഒരു മനുഷ്യൻ വളരെ ഉത്തരവാദിത്വമുള്ള ഒരു വ്യക്തിയാണ്. കാരണം മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം പറയുന്നത്, ശിഷ്യന്മാരോട് പറഞ്ഞു, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിങ്ങൾക്ക് തരുന്നു, നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണ് സ്വർഗരാജ്യത്തിന്റെ താക്കോൽ. നിങ്ങൾ ഭൂമിയിൽ കെട്ടിയാൽ സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിച്ചാൽ അത് സ്വർഗത്തിലും അഴിയും എന്ന്. മാത്രവുമല്ല, മരണത്തിന്റെ മേൽ അവർക്ക് അധികാരം കൊടുത്തു.
അപ്പോസ്തലനായ പത്രോസ്ലിഹായും പൗലോസ്ലിഹായും ഒക്കെ മരിച്ചവരെ ഉയർപ്പിച്ചു. ഭൂതങ്ങളുടെ മേൽ അവർക്ക് അധികാരം കൊടുത്തു. രോഗികളുടെ മേൽ അവർക്ക് അധികാരം കൊടുത്തു. അപ്പോസ്തലനായ പത്രോസ്ലിഹ കടന്നു പോകുന്ന വഴിയുടെ അരികിൽ രോഗികളെ കൊണ്ട് കിടത്തുമായിരുന്നു. അദ്ദേഹത്തിന്റെ നിഴൽ രോഗിയുടെ മേൽ തട്ടിയാൽ ആ രോഗിക്ക് സൗഖ്യം ലഭിക്കുമായിരുന്നു. അപ്പോസ്തലനായ പൗലോസ്ലിഹായുടെ ശരീരത്തിൽ കിടന്ന വസ്ത്രം ഒരു രോഗിയുടെ മേൽ തട്ടിയാൽ ആ രോഗി സൗഖ്യമാകുമായിരുന്നു. അങ്ങനെ സകല അധികാരങ്ങളുമാണ് ശിഷ്യന്മാർക്ക് ദൈവം കൊടുത്തത്. യേശുവിന്റെ ഒരു ശിഷ്യന്റെ മേലുള്ള അധികാരം അതൊക്കെയാണ്. ആ അധികാരം നമുക്ക് ലഭിക്കും. നാം മാനസാന്തരപ്പെട്ട് യേശുവിൽ വിശ്വസിച്ച് ഒരു പുതിയ സൃഷ്ടിയായി തീരുമ്പോൾ അങ്ങനെയാകുന്ന വ്യക്തികളുടെ മേൽ അധികാരങ്ങളുണ്ട്. ആ അധികാരങ്ങൾ വിനിയോഗിക്കണമെങ്കിൽ അവൻ വിശുദ്ധ ജീവിതം നയിക്കണം. അപ്പോഴാണ് ആ അധികാരം അവന്റെ മേൽ പ്രാവർത്തികമായി അത് മറ്റുള്ളവർക്ക് അനുഭവയോഗ്യമായി തീരുന്നത്. ആയതിനാൽ പ്രിയമുള്ളവരെ, യേശു പറഞ്ഞത് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവാനാണ്. ആയതിനാൽ നമ്മുടെ ഈ ചെറിയ ജീവിതത്തിൽ നമുക്ക് ദൈവം നൽകുവാൻ ആഗ്രഹിക്കുന്നതായ വലിയ അനുഗ്രഹത്തെ നാം പ്രാപിക്കേണ്ടതിന് മാനവരാശിയുടെ മുഴുവൻ ആത്മാവിന്റെയും രക്ഷയ്ക്ക് വേണ്ടി 2000 വർഷങ്ങൾക്ക് മുൻപ് കാൽവരിയിൽ 2 കള്ളന്മാരുടെ മധ്യത്തിൽ ക്രൂശിക്കപ്പെട്ട യേശുവിനെ രക്ഷിതാവും കർത്താവുമായി നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയണം എന്ന് തിരുവചനം ബോധ്യപ്പെടുത്തുന്നു. നാം എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ടവരാണ് എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു. ആ ദൈവ തേജസ് നമുക്ക് തിരിച്ചു ലഭിക്കുന്നത് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം മൂലമാണ്. യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുമ്പോഴാണ് നഷ്ടപ്പെട്ടു പോയ ആ ദൈവ തേജസ് നമുക്ക് തിരിച്ചു ലഭിക്കുന്നത്. ആയതിനാൽ തിരുവചനം കേട്ട സകല മനുഷ്യരെ അവരുടെ ആവശ്യങ്ങളുടെ മേലൊക്കെയും കർത്താവായ യേശുക്രിസ്തു അവരെ അനുഗ്രഹിക്കട്ടെ. അവരുടെ എല്ലാ വിഷയത്തിന്മേലും കർത്താവ് അവരെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. യേശുവിന്റെ സമാധാനവും സന്തോഷവും സ്നേഹവും അവരുടെ ഹൃദയങ്ങളിലും അവരുടെ ഭവനങ്ങളിലും എന്നും എപ്പോഴും തലമുറയോളം അവർക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ഇപ്പോഴിവിടെ അവസാനിപ്പിക്കുന്നു.